മിക്ക മുസ്ലിം രാജ്യങ്ങളും നിരോധിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനെ ആരാധിക്കുകയാണ് ഇവിടെ മലപ്പുറത്തുണ്ടായത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടി. അപ്പോൾ നോക്കൂ, വലിയൊരു ഭീകരതയ്ക്കെതിരായി യുദ്ധം നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതെ അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അത് നീ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെ യഹിയ സിൻവർ ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ഇസ്മായിൽ ഹനിയ പോലെയൊക്കെയുള്ള ഈ ഹമാസ് തീവ്രവാദ സംഘ അതിന്റെ നേതാക്കൾ അവർ ഇച്ചിരി കൂടിയൊക്കെ ജീവനോട്, ആ പേജറൊക്കെ പൊട്ടുന്നതിനൊക്കെ മുന്നേ അവരും ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെ ജീവനോട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവര് എഴുതി പറഞ്ഞേനെ, അതായത് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമായിട്ട് ഇന്ത്യയിൽ ജനിക്കണമായിരുന്നു എന്ന് അവർ പറഞ്ഞേനെ. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. കാരണം എന്താണ്, നമ്മൾ ഈ നിരോധനമൊക്കെ പോട്ടെ, സംഘടനകളെ തീവ്രവാദ പട്ടികയിലേക്ക് ചേർത്തൊക്കെ പോട്ടെ, സ്വന്തം നാട്ടില് അതായത് ഈ പറയുന്ന ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജനത അവരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നമ്മൾ വിളിക്കുകയാണ്, അവരെ തല്ലിക്കൊല്ലാണ്. അവര് മുഴക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറങ്ങിപ്പോകൂ, ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചുവിടൂ, ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങളെ നാട് നിങ്ങളാണ് നശിപ്പിച്ചത്, ഈ യുദ്ധം അവസാനിക്കണം എന്ന് അവരുടെ സ്വന്തം നാട്ടുകാർ പറയുമ്പോഴും ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ മാറുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കഫിയ, ഞാൻ ഈ കഫിയ ഇവിടെ എന്റെ കസേരയിൽ എന്റെ മൂഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, അതാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താ കണ്ടത്, മുഖ്യമന്ത്രി അതൊക്കെ തോളിലിട്ടിട്ട് മറ്റേ ചീരാപ്പ് തുടയ്ക്കുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്